KSTP റോഡിൽ പഴയങ്ങാടി എരിപുരം ഇറക്കത്തിൽ റോഡരികിലെ അനധികൃത പാർക്കിങ്ങും കച്ചവടങ്ങളും യാത്രക്കാർക്ക് ദുരിതമാകുന്നു. തിരക്കേറിയ റോഡിലൂടെ ജീപ്പൻ പണയം വെച്ച് സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കാൻ പോലീസോ മറ്റ് അധികൃതരോ ഇനിയും തയ്യാറായിട്ടില്ല. KSTP റോഡിൽ പഴയങ്ങാടി എരിപുരം ഇറക്കത്തിൽ റോഡരികിലെ അനധികൃത പാർക്കിങ്ങും കച്ചവടങ്ങളുമാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. മാടായി കോളേജ്, വാദിഹുദ, മാടായി സ്കൂൾ, ട്രഷറി, താലൂക്ക് ആശുപത്രി തുടങ്ങിയിടങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വൈകുന്നേരങ്ങളിലും മറ്റും ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതിലൂടെ സഞ്ചരിക്കുന്നത്. റോഡരികിൽ നീളെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ യാത്രക്കാർ തിരക്കേറിയ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. നടപ്പാതയിൽ കച്ചവടക്കാരും സ്ഥാനം പിടിച്ചതോടെ അതിലൂടെയും പോകാനാവുന്നില്ല. വണ്ടി മൊത്തം പുറത്തോട്ടേ വരുന്നത്. കറക്റ്റ് നടക്കാനായിട്ടുള്ള വഴിയില്ല. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിലോട്ട് നടക്കുമ്പോൾ ഇവിടെയൊക്കെ പറക്കേറ്റ് നടക്കുമ്പോഴത്തേക്ക് റോഡിന് നടുക്കോട്ടേക്കാണ് നമ്മൾ നടന്നു വരുന്നത്. അപ്പോഴേക്ക് വണ്ടിയും പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നടക്കാൻ കറക്റ്റായിട്ടുള്ളൊരു സ്ഥലം കിട്ടുന്നില്ല. നമുക്ക് പോകാൻ സ്ഥലവും ഇല്ലല്ലോ. ബസ്സായാലും വണ്ടിയായാലും നമ്മൾ അടുത്തേ കൂടെ പോകും. നമുക്ക് നടക്കാൻ വേണ്ടി പറ്റുന്നില്ല. കുറേ ഉണ്ട്. സ്കൂൾ പിള്ളേരുണ്ട്, മാടായി കോളേജിലും അതുപോലെ മാടായി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ഉണ്ട്. നമുക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടി ഏത് സൈഡിനാണ് വരുന്നൊന്നും അറിയില്ല. ഒന്നാമത് കുന്നുമാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല. ഏത് സമയമായാലും ഒന്നാമത് വലിയ വലിയ വാഹനങ്ങളെല്ലാം വരുന്നില്ലേ, പെട്ടെന്ന് കുന്നെല്ലാവുമ്പോഴെല്ലാം അത് ബുദ്ധിമുട്ടാവും പോകാനെല്ലാം വേണ്ടി. ജനങ്ങൾ പരാതി പറഞ്ഞു മടുത്തെന്നല്ലാതെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് ഇനിയും തയ്യാറായിട്ടില്ല. പലപ്പോഴും KSTP റോഡിൽ എരിപുരം മുതൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. മാടായിപ്പാറയുടെ ഇറക്കം മുതൽ ബസ് സ്റ്റാൻഡ് വരെ എല്ലാവർക്കും ഉപകാരപ്രദമായ നടപ്പാത വേണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.